ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. ഞാൻ എൻ്റെ വീടിൻ്റെ പണികളും ആദ്യം തൊട്ട് വീട് പൊളിക്കുന്നതും നമ്മുടെ പഴയ വീട്ടിൽ വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ വീട് പൊളിക്കുന്നതും അത് കഴിഞ്ഞ് വീട് പൊളിച്ചിട്ട് വീട് പണിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തൊട്ടേ എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പം കറക്റ്റ് ഒരു 5-6 മാസം ആവുന്നു ഗൈസ് നമ്മുടെ പാലുകാഴ്ച കഴിഞ്ഞിട്ട്. കുറേ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. ഞാൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. തിരക്കുകളെന്ന് പറഞ്ഞു ഒഴിയാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. കൂടുതലും എൻ്റെ മടികൾ കൊണ്ടുമാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. ഇന്നതേ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ പുതിയ വീട്ടിൽ ഇരുന്നാണ് ഗൈസ്. ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഈ ഇൻട്രോ പറയാൻ ഇവിടെ ഇരുന്നിങ്ങനെ. ഞാൻ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അന്ന്. വീഡിയോസ് കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പാലച്ചിൻ്റെ സമയത്ത് ഭയങ്കര പനിയായിരുന്നു ഗൈസ്. പനിയും ഇപ്പോഴും പനി കഴിഞ്ഞതേ ഉള്ളൂ, ഒരു പനി കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പനിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുത്തില്ല. പാല് കാച്ചുന്നതും കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ ആൾക്കാർ വരുന്നതോ ആരൊക്കെ വന്നതോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതേതായാലും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ കുറച്ച് വീഡിയോസ്, നമ്മൾ പാല് കാച്ചുന്ന വീഡിയോസ് എല്ലാം ആയിട്ട് ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ ആണ് നമ്മുടെ പാല് കാച്ച് വീഡിയോ. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട്, എപ്പോഴും ഞാൻ പറയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുമെന്ന്. പക്ഷെ ഇനി തൊട്ട് എന്തായാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഉറപ്പുണ്ടെന്ന് വെച്ചാൽ ഉറപ്പില്ല ഗൈസ്. എന്തായാലും പാല് കാച്ച് വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വീട് കാര്യങ്ങളൊന്നും കാണിക്കുന്ന വീഡിയോ ഇതിനകത്തില്ല. അതെന്തായാലും ഞാൻ ഹോം ടൂർ ആയിട്ട് എടുക്കാം. അത് കഴിഞ്ഞുള്ള എല്ലാ വീഡിയോസ്, അതായത് പാല് കാച്ച് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ എൻ്റെ ഉണ്ടോ എന്ന് ഉറപ്പില്ല. എന്നാലും ഞാൻ നമ്മുടെ കല്യാണത്തിന് എടുത്ത വീഡിയോ ഇല്ല, അതിൽ നിന്ന് കട്ട് ചെയ്ത് കുറച്ച് ഭാഗമായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങനെ ഇടാൻ ശ്രമിക്കാം. വീഡിയോസ് നമ്മളെടുത്തത് കയ്യിലില്ലെങ്കിൽ. പിന്നുള്ളത് അത് കഴിഞ്ഞുള്ള ഗിഫ്റ്റ് അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയും വീഡിയോസ്, അതായത് മെയിനായിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് പാല് കാച്ചി വീഡിയോയിലോട്ട് പോവാം. പാല് കാച്ചിട്ട് വരും ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ പാല് കാച്ചിൻ്റെ സമയമാകാറായി. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ഫാമിലിയും അച്ഛൻ്റെ ഫാമിലിയും പിന്നെ അച്ഛൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മുടെ എത്തിയേക്കുന്നത് നമ്മുടെ മെയിൻ ഫോട്ടോഗ്രാഫർ നമ്മുടെ സന്ദീപേട്ടൻ തന്നെയാണ്. നമ്മുടെ എല്ലാ ഫോട്ടോസും എടുക്കുന്നത് സന്ദീപേട്ടൻ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്. ചേട്ടൻ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഞാൻ എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ധാവണിയായിരുന്നു ഇട്ടിരുന്നത്. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനും അതായത് പാലുകാച്ചിനും എടുത്ത ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഡ്രസ്സും പിന്നെ എൻ്റെ ചേട്ടൻ്റെ റിസപ്ഷൻ്റെ ഡ്രസ്സുമാണ് ഗൈസ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സാണ്. അമ്മ ഇവിടെ സെറ്റും മുണ്ടൊക്കെ എടുത്ത് നിൽപ്പുണ്ട്. അമ്മ ഇന്നത്തെ മെയിൻ താരമാണല്ലോ. അപ്പോൾ ഇപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്, പാല് കാച്ചാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചേച്ചിയെയും അണ്ണനെയും ദീപു അണ്ണനെയും പ്രണവണ്ണനെയൊക്കെ ഈ സമയത്ത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പ്രണവണ്ണൻ നമ്മുടെ പാല് കാച്ചിന് കുറച്ച് നാൾ മുമ്പാണ് പോയത്. അപ്പോൾ അവൻ്റെ ഒരു മിസ്സിങ് വല്ലാണ്ടുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് ചേച്ചി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ് പാല് കാച്ചിന് വേണ്ടിയിട്ട്. എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ 10 ദിവസം മുമ്പായിരുന്നു നമ്മുടെ പാല് കാച്ച്. അതായത് 10 days ഡിഫറൻസ് ആയിരുന്നു കല്യാണവും പാലുകാച്ചും തമ്മിൽ. ഇപ്പോൾ ഉള്ള ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് വീടിനകത്തോട്ട് കയറുകയാണ്. അതിന് തൊട്ട് മുമ്പ് നമ്മുടെ താക്കോല് കൈമാറുന്ന ചടങ്ങാണ്. അങ്ങനെ താക്കോല് കൈമാറി നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം ചെയ്തത് നമ്മുടെ മാമൻ തന്നെ ആയിരുന്നു, നമ്മുടെ പുരുഷോത്തമ മാമൻ. ആ റെഡ് കളർ ഷർട്ട് ഇട്ടേക്കുന്നതാണ് മാമൻ. എൻ്റെ ഓരോരോ ഐഡിയാസും വീട്ടിലെ എല്ലാവരുടെ ഐഡിയാസ് പിന്നെ നമ്മുടെ മാമൻ്റെ ഓരോരോ അഭിപ്രായങ്ങളും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി നമ്മുടെ വീടെന്നൊരു സ്വപ്നം അങ്ങനെ സാഫല്യത്തിലെത്തിയിരിക്കുകയാണ്. നമ്മളിതേ അകത്തോട്ട് കയറുകയാണ് ഗൈസ്. ഞാൻ ഈ മുറവും അതിൻ്റെ അകത്ത് കുറേ ഫ്രൂട്ട്സ് കണ്ണാടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തത്. പിന്നെ അമ്മ വിളക്ക് പിടിച്ചു, കുടം പിടിച്ചേക്കുന്നത് സിന്ധുവൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ഫോർമാലിറ്റീസ് അല്ല, അതായത് ഫോർമാലിറ്റീസ് മീൻസ് ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ മിനിമലായിട്ട് തന്നെയാണ് നമ്മൾ വീടിനകത്തോട്ട് കയറിയത്.
ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മുടെ അയൽക്കാരും ബന്ധുക്കളും എല്ലാം ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഗൈസ്. ഒത്തിരി സന്തോഷമായി. കാരണം ഞാൻ ജനിച്ച് വളർന്നപ്പോഴേ ഉള്ള വീടാണ്. ഞാൻ വീട് പൊളിച്ച വീഡിയോസിനകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ അതൊരു 2 മുറി, അടുക്കള, ഹാള് അങ്ങനെയുള്ളൊരു വീടായിരുന്നു. അതിലോട്ട് നമ്മളൊരു നല്ല വീടൊക്കെ വെച്ച് മാറിയപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്ര പെട്ടെന്ന് വീട് വെക്കുമെന്ന്. പിന്നെ പെട്ടെന്ന് ഉള്ള തീരുമാനത്തിൽ പെട്ടെന്ന് എല്ലാം എടുപിടിന്ന് നടന്നതാണ്. 1 വർഷത്തിനുള്ളിൽ, 1 വർഷം വീട് പൊളിച്ച് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീടിൻ്റെ പാല് കാച്ച് നടത്തി. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് നമ്മൾ ഈ പാല് കാച്ചാനുള്ള കലം എടുത്തും, അതായത് മൺകുടം അല്ല കലം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്, കത്തിക്കുന്നതും എടുക്കുന്നതും ഒക്കെ. എന്തോ വല്ലാത്തൊരു ഭയങ്കര ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാം ഗൈസ്, ഈ ഒരു വീഡിയോസ്, അതായത് പാല് കാച്ചുന്ന സമയത്തെ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ചെറിയ ക്ലിപ്പിങ്സ് മാത്രമാണ് ഗൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ അവിടെ ആരോടൊക്കെയോ വീഡിയോസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തെ വീഡിയോസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കാരണം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സൈഡായി ഗൈസ്, ചുമച്ച് ഒരു പരുവമായി. ഇന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് തലയൊക്കെ നനയ്ക്കാതിരുന്നിട്ട് തലേന്നാണ് തല നനച്ച് കുളിച്ചത്. അപ്പോഴത്തേക്കും കൂടുതലായിട്ടും ചുമ കൂടി. അപ്പോൾ അതേ വിപിനണ്ണ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടില്ല ഗൈസ്, എന്നാലും ഞാൻ ചിരിച്ച് പോസ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അമ്മയും കൂടെ വിളിച്ച് കാണിക്കുകയാണ്. എനിക്ക് എൻ്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ ഇത്രയും നാളും എടുത്തത് വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് എൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. അവിടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്, അക്കുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് ഗൈസ് വിരണ്ണാണ് എനിക്ക് വീഡിയോസ് എല്ലാം എടുത്ത് തന്നത്. സന്ദീപേട്ടൻ ഇവിടെ നിന്ന് ഫോട്ടോസും എടുക്കുന്നുണ്ട്. ഫോട്ടോസ് എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ എന്തായാലും ആഡ് ചെയ്തേക്കാം. ഇവിടെ എല്ലാവരും പാല് തിളച്ച് പൊങ്ങുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ കുറേ ശ്രമിച്ചിരുന്നു, അതായത് കുറേ തൊണ്ടല്ലല്ലോ ഗൈസ്, കൊതുമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാലിങ്ങനെ തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പൊന്തി ഇങ്ങനെ ചെറുതായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എടുത്ത വീഡിയോസൊക്കെ ഞാൻ എടുത്തതാണ്. ഇതൊക്കെ ഞാൻ എടുത്ത വീഡിയോസാണ്. പിന്നെ ഗൈസ് വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ കോളേജിൽ നിന്ന് ഫ്രണ്ട്സും നന്ദു അമ്മയും പിന്നെ എൻ്റെ നേരത്തെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മൈഥിലി പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവളില്ലായിരുന്നു. പക്ഷെ പപ്പയും മടിച്ചറും നമ്മുടെ കാശിയും വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും വന്നപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇവരാരും വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം ഞാൻ വയ്യാതിരുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ വീട്ടിലെ പാലയാച്ചല്ലേ, അതിൻ്റെ ഓരോരോ തിരക്കുകളുണ്ടല്ലോ, അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന തിരക്കുകളും കൊണ്ടും ആണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. പരിപാടിക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിക്കാനും കുറേ പേരെ വിട്ടുപോയി. ഞാനും കുറച്ച് പേരെയൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാനാണ്, അപ്പോഴത്തെ എപ്പോഴത്തെയും പോലെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. ഈ ഗ്രീൻ ഷർട്ട് ഇട്ടിട്ട് തോർത്തിട്ടോടെ നിൽക്കുന്നതാണ് എൻ്റെ അമ്മയുടെ ബ്രദറാണ്, എൻ്റെ അമ്മയുടെ ആങ്ങള കുമാർ മാമൻ എല്ലാ കാര്യത്തിലും ഇവിടെ പണി നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരാളാണ് ഗൈസ്. എല്ലാത്തിലും വന്ന് സഹായിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പാലുകാച്ചിൻ്റെ സമയത്തും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാണേലും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നത്. അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് എല്ലാത്തിനും കിടന്ന് ഓടേണ്ടി വന്നില്ല. കാരണം എല്ലാം ഇങ്ങനെ ഓരോന്ന് ഹെൽപ്പ് ചെയ്യാനും ഓരോരുത്തർ ഉള്ളത് കൊണ്ട് അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു ഗൈസ്. ഇനിയുള്ളത് പാല് തിളച്ച് പൊങ്ങാനുള്ള വെയിറ്റിംഗ് ആണ്. എന്തായാലും ഞാൻ ഇതിൻ്റെ ഓഡിയോ അങ്ങ് കൊടുക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്.
അങ്ങനെ നമ്മുടെ പാല് കാഴ്ച കഴിഞ്ഞു. ആ പാലിലോട്ട് നമ്മൾ അരി ഇടുകയാണ് പായസം വെക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അത് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് പായസവും കിട്ടിയിട്ടുണ്ട്. പാല് കാഴ്ച പായസം ഉണ്ട്. അഷ്ടമിയാണ് സപ്ലയർ. അപ്പോൾ ഗൈസ് നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് ഇതായിരുന്നു. ബാക്കിയുള്ള ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ്. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. ഇവിടെ ഒരു ചായക്കട സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. വൈകിട്ടത്തെ ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പാലുകാഴ്ച വിശേഷങ്ങൾ. ഇനി ഏതായാലും കുറച്ച് ഫോട്ടോസൊക്കെ കാണാം. നമ്മുടെ പാലുകാച്ചി വീഡിയോ കണ്ടല്ലോ, ഫോട്ടോസും കണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ പാലുകാച്ചിന്റെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു. പിന്നെ ഞാൻ വിപിനണ്ണന്റെ അടുത്താണ് പറഞ്ഞത്, അണ്ണ എനിക്ക് വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് തരണേന്ന്. അണ്ണനാണ് ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് കയറി പാല് കാച്ചുന്ന അവിടെ ഉള്ള ആൾക്കാരെ മൊത്തം കാണിച്ച് അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തു തന്നത് അണ്ണനാണ്. അത് കഴിഞ്ഞ് അണ്ണനോട് പറഞ്ഞു മതി അണ്ണ ഇത്ര എടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അണ്ണൻ വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം പിന്നെ അണ്ണൻ തിരക്കുമായിരുന്നു. അത് കഴിഞ്ഞുള്ള വീഡിയോസ് അതുകൊണ്ട് എൻ്റെ കയ്യിലില്ല ഗൈസ്. ഞാനും എടുത്തില്ല. അന്ന് ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചുമയായിട്ട് ഞാൻ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഏതായാലും ഫോട്ടോസൊക്കെ ഞാൻ ഏതായാലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇൻട്രോയ്ക്കകത്ത് പറഞ്ഞതുപോലെ തന്നെ ഇനിയും നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാൻ ഞാൻ ശ്രമിക്കും. ഞാൻ അന്ന് പറയുമായിരുന്നു വീട് പണി നടന്നുകൊണ്ടിരിക്കും പറയുന്നത് നമ്മുടെ വീട് സെറ്റായിട്ട് ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ എനിക്ക് മടിയാണ് ഗൈസ്. സത്യത്തിൽ കുറെ മടിയെന്ന് വേണമെങ്കിൽ പറയാനല്ല, മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത്. എല്ലാവരും എന്നെ കാണുമ്പോഴും എന്നെ വിളിക്കുമ്പോഴും എല്ലാവരും ചോദിക്കും എന്താണ് ഞാൻ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കും. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസൊക്കെ ഇനി തൊട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നേരത്തെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം. അപ്പോൾ ഏതായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.